ഹരേ കൃഷ്ണ. ധർമ്മം യോ ബാധതേ ധർമ്മോ ന സധർമ്മ കുധർമ്മ തത് അവിരോധാതു യോ ധർമ്മ സധർമ്മ സത്യവിക്രമ. മറ്റൊരു ധർമ്മത്തെ വിപരീതമായി ബാധിക്കുന്ന ധർമ്മം ധർമ്മമല്ല, കുധർമ്മമാണ്. എന്നാൽ മറ്റു ധർമ്മത്തെ ബാധിക്കാത്ത ധർമ്മമേ ധർമ്മമാകൂ. രഘുവംശത്തിൻ്റെ സൂര്യനായിരുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ സഹോദരനായിരുന്ന ശത്രുഘ്ന സ്വാമിയുടേതായിരുന്നു ഒരിക്കൽ മധുരാപുരി. ആദ്യകാലത്ത് സൂര്യവംശ രാജാക്കന്മാരുടേതായിരുന്ന ഈ മധുര പിന്നീട് യാദവ രാജാക്കന്മാരുടേതായി മാറി. എങ്ങനെ? ഇതേപ്പറ്റി ദേവി ഭാഗവതം ഇങ്ങനെ പറയുന്നു. കാളിന്തി തടത്തിൽ മധുവനം എന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. മധുവനത്തിൽ താമസിച്ചിരുന്ന മധു എന്ന അസുരന് ലവണൻ എന്ന പുത്രൻ ജനിച്ചു. അക്രമിയും ദേവദ്രോഹിയുമായിരുന്ന ലവണനെ ശത്രുഘ്ന മഹാരാജാവ് വധിച്ച് അവിടെ ഭരണമുറപ്പിച്ചു. മധുവനത്തെ അതിമനോഹരമായ പട്ടണമാക്കി മാറ്റി. ക്രമേണ ഈ സ്ഥലത്തിന് മഥുര എന്ന പേര് വന്നു. ശത്രുഘ്ന സ്വാമിയുടെ വൈകുണ്ഠാരോഹണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരാണ് മധുരാപുരി വാണിരുന്നത്. അതിനുശേഷം സൂര്യവംശത്തിൽ രാജാക്കന്മാരില്ലാതെയായി. തുടർന്ന് മധുര യദുക്കൾക്ക് അധീനമാകുകയും ചെയ്തു. ആദ്യത്തെ യദുവംശ രാജാവായിരുന്നു ശൂരസേനൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവർ ശൂരസേന പുത്രനായിരുന്നു. അച്ഛൻ്റെ മരണശേഷം വസുദേവർ ഗോപാലവൃത്തിയെ സ്വീകരിച്ചതിനാൽ മധുരയെ പിന്നീട് ഭരിച്ചത് ഉഗ്രസേനനായിരുന്നു. ശൂരസേന മഹാരാജാവിന് മാരിഷയിൽ ജനിച്ച സുന്ദരിയായ മകളായിരുന്നു പൃഥ. സിദ്ധി എന്ന ദേവതയുടെ മനുഷ്യാവതാരമായിട്ടാണ് പൃഥയെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ശൂരസേന മഹാരാജാവിൻ്റെ സഹോദരിയുടെ പുത്രനായിരുന്ന കുന്തിഭോജൻ എന്ന രാജാവിന് ദീർഘകാലങ്ങളായി മക്കളില്ലായിരുന്നു. അദ്ദേഹം വളരെ വിഷമിക്കുകയും ചെയ്തിരുന്നു. ശൂരസേന മഹാരാജാവ് തനിക്കാദ്യം പിറക്കുന്ന കുഞ്ഞിനെ കുന്തിഭോജന് ദത്തായി നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതനുസരിച്ച് തൻ്റെ ആദ്യ പുത്രിയും വളരെ ഐശ്വര്യവും ലക്ഷണമൊത്തവളുമായ പൃഥ എന്ന കുഞ്ഞിനെ കുന്തിഭോജന് ദത്തായി നൽകി. തന്നിമിത്തം പൃഥ എന്ന പേരുമാറ്റി കുന്തി എന്ന നാമകരണവും ചെയ്തു. അന്നു മുതൽ ആ കുഞ്ഞ് കുന്തിഭോജന്റെ രാജധാനിയിലെ രാജകുമാരിയായി. കുന്തിഭോജൻ വളരെ ശക്തനും നീതിമാനും അതേസമയം പ്രജാതൽപരനുമായിരുന്ന രാജാവായിരുന്നു. അദ്ദേഹം തൻ്റെ മകളെ എല്ലാ ആചാരമര്യാദകളും ശീലിക്കുവാനും പാലിക്കുവാനും പഠിപ്പിച്ചിരുന്നു. വളർത്തുമകളായിട്ടല്ല, സ്വന്തം പുത്രിയായി തന്നെയാണ് അവളെ വളർത്തിയിരുന്നത്. കുമാരി ഒരേ സമയം അഴകിലും സ്വഭാവ മഹിമയിലും ഒരുപോലെ ശോഭിച്ചിരുന്നു. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ബ്രാഹ്മണരും മഹർഷീശ്വരന്മാരും സന്ദർശകരായിരുന്നു. അങ്ങനെ ആഗതരാകുന്ന അവരെയൊക്കെ പരിചരിക്കുവാനും അവർക്ക് പൂജകൾക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി കൊടുക്കുവാനും കുന്തി എന്ന ചെറിയ മകളെയാണ് അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നത്. ഒരിക്കൽ ദുർവാസാവു മുനി കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം ക്ഷിപ്രകോപിയാണെന്നറിയാവുന്നതിനാൽ അദ്ദേഹത്തിനു നീരസം വരാതെ തന്നെ പരിചരിക്കാൻ രാജാവ് മകളെ നിയോഗിച്ചു. അവൾ നന്നേ പണിപ്പെട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഒരു ദിവസം കുന്തിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി മഹർഷി ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഊണു തയ്യാറാക്കണം എന്ന് പറഞ്ഞു പോവുകയും ക്ഷണനേരം കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹം ഊണു കഴിക്കാൻ വന്നിരുന്നു. അപ്പോഴേക്കും അവളെല്ലാം ഒരുവിധം വേവിച്ചെടുത്ത് ഓരോ പാത്രങ്ങളിലാക്കി കൊണ്ടുവച്ചു. ആഹാരം വളരെ ചൂടുള്ളതായിരുന്നു. അതിനാൽ മഹർഷി ആ കുഞ്ഞിൻ്റെ പുറത്തു വെച്ച് ഭക്ഷണം കഴിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. ഉടൻ തന്നെ കുന്തി ആ പാത്രം വയ്ക്കുവാൻ തൻ്റെ പുറം കാണിച്ചു കൊടുത്തു. മഹർഷി പാത്രം അവളുടെ പുറത്തു വെച്ച് ഊണ് കഴിക്കാൻ തുടങ്ങി.
ശരീരത്തിനുണ്ടായ പൊള്ളൽ അവൾ മുഖത്ത് പ്രകടമാക്കിയതേയില്ല. മഹർഷിക്ക് അവളിൽ വളരെയധികം അത്ഭുതവും ബഹുമാനവും തോന്നി. ഇത്രയും ചെറിയ ഒരു കുഞ്ഞിന് ഇത്രയും പക്വതയോ? മഹർഷി അവളിൽ സന്തുഷ്ടനായി. ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ അവൾക്ക് ഏറ്റവും ആവശ്യം വരാവുന്ന ഒരു മന്ത്രം, അത് അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ഉപദേശിച്ചു നൽകുകയും ചെയ്തു. ഈ മന്ത്രം ചൊല്ലി ഏതേതു ദേവാവാഹന ചെയ്വൂ നീ, അതാതു ദേവപ്രീത്യാത്തെ പുത്രനുണ്ടായി വന്നിടും. അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ മന്ത്രം പ്രയോഗിക്കാവൂ എന്ന് ഉപദേശിച്ചതിനു ശേഷം അവളെ അനുഗ്രഹിച്ച് മഹർഷി കൊട്ടാരത്തിൽ നിന്നും യാത്രയായി. മഹർഷി പോയി കഴിഞ്ഞതിനു ശേഷം ഒരേ ആഗ്രഹം മനസ്സിൽ തോന്നിത്തുടങ്ങി, കൗമാരചാപല്യം. മന്ത്രം പരീക്ഷിച്ചാലോ? ഒരു ദിവസം അവൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് സൂര്യദേവനെ ആഹ്വാനം ചെയ്തു. സൂര്യദേവൻ ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ വേഷത്തിൽ കുന്തിയെ സമീപിച്ചു. കുമാരിക്ക് പരിഭ്രമമായി. തൻ്റെ അറിവില്ലായ്മ മൂലമാണ് മന്ത്രം ചൊല്ലിയത്, ദയവായി ദേവനോട് മടങ്ങിപ്പോകണം എന്നും അവൾ അഭ്യർത്ഥിച്ചു. എന്നാൽ ഒരു മഹർഷി വര്യൻ്റെ മന്ത്രോപദേശവും തൻ്റെ ആഗമനവും വ്യർത്ഥമാകാൻ പാടില്ലെന്ന് അദ്ദേഹം സൗമ്യമായി അവളെ ഉപദേശിച്ചു. തൻ്റെ അച്ഛൻ്റെ കുലമഹിമയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും അതിനാൽ ഈ പ്രായത്തിൽ ഒരു മാതാവാകാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞു നോക്കിയെങ്കിലും സൂര്യഭഗവാൻ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, സുന്ദരി, ഞാൻ മന്ത്രത്തിൻ്റെ ശക്തിയാലാണ് ഇവിടെ ആഗതനായത്. എന്നാൽ തന്നെയും ഭവതി ഭയക്കേണ്ടതില്ല. നമ്മുടെ സമാഗമത്തിൽ ജനിക്കാൻ പോകുന്ന ഈ പുത്രന് നമ്മുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും. കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനായി നാം അവന് കവചകുണ്ടലങ്ങളും നൽകുന്നതാണ്. ഭവതിയും പ്രയാസപ്പെടേണ്ടതില്ല. ഭവതിയുടെ കന്യകാത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. തുടർന്ന് ഇരുവരുടെയും സമാഗമത്തിനു ശേഷം സൂര്യഭഗവാൻ യാത്ര പറഞ്ഞു ശേഷം അന്തർധാനം ചെയ്തു. സൂര്യഭഗവാനിൽ കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു. ദേഹത്ത് കവചകുണ്ടലങ്ങളാൽ വിഭൂഷിതനായ തേജസ്സിൽ പിതാവിനോളം പോന്ന ഒരു പുത്രൻ. ആ പുത്രനെ കണ്ടതും കുന്തിയിലെ മാതൃത്വം ഉണർന്നു. എന്നാൽ അവനെ വളർത്തിയാൽ അതിലുണ്ടാകാവുന്ന അപവാദ ഭയം അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിശ്വസ്തയായ ഒരു തോഴിയുടെ ഉപദേശമനുസരിച്ച് മറ്റാരുമറിയാതെ അവർ ആ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി യമുനാ നദിയിലൂടെ ഒഴുക്കിവിട്ടു. കുഞ്ഞിനെ ആ നദിയിലേക്ക് ഒഴുക്കിയപ്പോൾ പെട്ടെന്നുണ്ടായ അവൻ്റെ അമ്മേ എന്നുള്ള കരച്ചിൽ ആ അമ്മയുടെ അഗ്നി സമാധി വരെ പിന്തുടർന്നിട്ടുണ്ടാകണം. കാലങ്ങൾ കഴിഞ്ഞു. കുന്തി യൗവനയുക്തയായി. സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ വീണ്ടും കന്യകയുമായി മാറി. കുന്തി ഭോജൻ മകൾക്ക് സ്വയംവരം നിശ്ചയിച്ചു. അതിരറ്റ അഴകും ഗുണവുമേറിയ കുമാരിയെ ഭാര്യയായി ലഭിക്കുന്നതിന് പല രാജാക്കന്മാരും വന്നു ചേർന്നു. രാജകുമാരിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് ഭീഷ്മർ അവളെ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ ആഗ്രഹിച്ചു. പാണ്ഡു സ്വയംവരത്തിനായി കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തി. സഭയിലിരുന്ന എല്ലാവരുടെയും സൗന്ദര്യ ശോഭയെയും നിഷ്പ്രഭമാക്കി സിംഹത്തെ പോലെ പരിലസിച്ച ഭരതകുല ശ്രേഷ്ഠനായ പാണ്ഡുവിൻ്റെ ഗളത്തിൽ കുന്തിദേവി വരണമാല്യം സമർപ്പിച്ചു. വിവാഹാനന്തരം പാണ്ഡുവിനോടുകൂടി കുമാരി ഹസ്തിനപുരിയിലെത്തി. പുത്രോൽപത്തിയെക്കുറിച്ചുള്ള സന്താപം പോക്കുവാനായി രാജാക്കന്മാർ ഒന്നിലധികം വേൾക്കുന്നത് പതിവായിരുന്നു. തുടർന്ന് രാജവംശാചാരവും ഭീഷ്മരുടെ ആലോചനയും അനുസരിച്ച് മദ്രദേശത്തെ രാജാവിൻ്റെ പുത്രിയും ശല്യരുടെ സഹോദരിയുമായ മാദ്രിയെ ഭീഷ്മർ തന്നെ മദ്രദേശത്തു ചെന്ന് വിവാഹമാലോചിച്ചു. തുടർന്ന് എല്ലാവരുടെയും സമ്മതത്താൽ പാണ്ഡു മാദ്രിയെ പാണിഗ്രഹണം ചെയ്തു. 2 പത്നിമാരോടും കൂടെ പാണ്ഡു
ഹസ്തിനപുരിയിൽ സസന്തോഷം ജീവിച്ചു. പാണ്ഡു മാദ്രിയെ വിവാഹം ചെയ്തതിൽ കുന്തിദേവിക്കു ഇച്ഛാഭംഗം ഒന്നുമുണ്ടായില്ല. കാരണം കുന്തി എന്നാൽ സ്നേഹം തന്നെയായിരുന്നു. സപത്നിയെയും കുടുംബാംഗങ്ങളെയും എല്ലാം വളരെ സ്നേഹത്തോടെയാണ് കുന്തിദേവി സമീപിച്ചിരുന്നത്. പിന്നീട് പാണ്ഡു പതിവനുസരിച്ച് ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ചതുരംഗ സൈന്യങ്ങളോടുകൂടിയ അദ്ദേഹത്തിന് ചെന്ന രാജ്യങ്ങളിലെല്ലാം രാജാക്കന്മാരെ ജയിച്ചു കീഴടക്കുവാൻ പ്രയാസമുണ്ടായില്ല. പാണ്ഡു മഹാരാജാവിൻ്റെ പരാക്രമത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പല രാജാക്കന്മാരും സ്വയം കീഴടങ്ങി കപ്പം കൊടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി സമ്പാദിച്ച കണക്കില്ലാത്ത ധനത്തോടുകൂടി രാജധാനിയിൽ മടങ്ങിയെത്തിയ പാണ്ഡു ഭീഷ്മർ, സത്യവതി, ധൃതരാഷ്ട്രർ, വിതുരർ മുതലായവർക്കെല്ലാം കൈനിറയെ സമ്മാനങ്ങളും ധനവും നൽകി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അനേകം യാഗങ്ങൾ ചെയ്ത് ബ്രാഹ്മണർക്കെല്ലാം ധാരാളം ദാനങ്ങളും ചെയ്തു അനുഗ്രഹവും നേടി. തൻ്റെ വംശത്തിൻ്റെ പ്രതാപവും ഐശ്വര്യവും ഐക്യവും കണ്ട് ഭീഷ്മർ ഏറ്റവും സന്തുഷ്ടനായി തീർന്നു. എന്നാൽ ധർമ്മത്തിൻ്റെ വിത്ത് മുളച്ചയിടത്തു തന്നെ അധർമ്മത്തിൻ്റെ വിത്തും പതുക്കെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ത്യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥ്വീം ത്യജേത്. വിതുരർ ധൃതരാഷ്ട്രർക്ക് മുന്നറിയിപ്പ് നൽകി. എന്തിന്? വീണ്ടും വേദവ്യാസ മഹർഷി വരികയാണ് ഹസ്തിനപുരിയിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.